നമസ്കാരം. റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിലെ അർജന്റീന ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. യെസ്, ലിയോ മെസ്സി ഈ ടൂർണമെന്റിൽ തന്റെ ആദ്യ ഗോൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. കോപ്പയുടെ സെമി ഫൈനലിൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് അർജന്റീനയുടെ വിജയം. ഹൂലിയൻ ആൽവേരസും ലിയോ മെസ്സിയുമാണ് അവർക്കായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. കാനഡയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ അർജന്റീനയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലിയോ മെസ്സിയും ഹൂലിയൻ ആൽവേരസും ആംഹേൽ ഡി മരിയയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത്. മറുഭാഗത്ത് ജൊനാഥൻ ഡേവിഡും ലാരിനും ചേർന്നുകൊണ്ട് കാനഡയുടെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയുടെ 22ാമത്തെ മിനിറ്റിലാണ് ഹൂലിയൻ ആൽവരസിന്റെ ഗോൾ വരുന്നത്. മനോഹരമായിട്ട് റോഡ്രിഗോ ഡി ബോളിന് മുന്നോട്ട് നീട്ടിയ പന്തുമായിട്ടാണ് അദ്ദേഹം പെനാൽറ്റി ബോക്സിൽ നിന്ന് ആ ഒരു ഷോട്ട് തീർക്കുന്നത്. അങ്ങനെ അർജന്റീനയുടെ ലീഡ് വരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജന്റീന മുന്നിലായിരുന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിലാണ് ലിയോ മെസ്സിയുടെ ഗോൾ പിറക്കുന്നത്. ഈ മത്സരത്തിൽ മറ്റു ചില അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു, ഗോളാക്കാൻ കഴിയാതെ പോയതിന് നിരാശ. പക്ഷേ 51ാമത്തെ മിനിറ്റിൽ എൻസോയുടെ ഷോട്ട്, അതിനൊരു സ്ലൈറ്റ് ഡിഫ്ലക്ഷനാണ് ലിയോ മെസ്സിയുടെ കാലിൽ നിന്ന് വരുന്നത്. ഏതായാലും ഗോള് ഒഫീഷ്യലി മെസ്സിയുടെ പേരിൽ തന്നെ കൗണ്ട് ചെയ്യുന്നു. അങ്ങനെ മെസ്സിയുടെ ഗോൾ പിറന്നു എന്ന് പറയാം. 51ാമത്തെ മിനിറ്റിൽ അർജന്റീന 2-0 ലീഡ്. പിന്നെ കളി പുരോഗമിക്കവേ ഗോൾ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ കാനഡ കൊണ്ടുപിടിച്ച് നടത്തി. പ്രത്യേകിച്ച് അവസാന ഘട്ടത്തിലൊക്കെ അത്തരം നീക്കങ്ങൾ അവർ നടത്തി. എന്നാൽ അർജന്റീനയുടെ ഡിഫൻസ് മറികടക്കാൻ അവർ പാടുപെട്ടു. അതുപോലെ ചില ഘട്ടങ്ങളിൽ പോസ്റ്റ് ഒഴിഞ്ഞു പോയ ഷോട്ട്, പിന്നെ എബി പിടിച്ച ഷോട്ട്, അങ്ങനെയൊക്കെ ശ്രമങ്ങൾ കാനഡയുടെ ഭാഗത്തു നിന്ന് നടന്നിട്ടുണ്ട്. പക്ഷേ അർജന്റീനയുടെ വല കുലുക്കാൻ അവർക്ക് കഴിയാതെ പോയി. ഒടുവിൽ 2-0 വിജയവുമായിട്ട് അർജന്റീന കോപ്പ അമേരിക്കയുടെ ഫൈനലിലേക്ക് കടന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.